ഹലോ ഫ്രണ്ട്സ്, ഗാർഹിക വിജ്ഞാനം ചില പൊടിക്കൈകൾ എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. യാതൊരു ആർട്ടിഫിഷ്യൽ കെമിക്കലുകളും പ്രിസർവേറ്റീവുകളും ഇല്ലാത്ത ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ. ഇത് തലമുടി താഴ്ച വളരാനും നരച്ച മുടിയെ കറുപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിൽ ലഭ്യമായ പല വസ്തുക്കളുമാണ് ഇതിനാവശ്യമായി വരുന്നത്. എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. 2 തണ്ട് അലോവേര. ഇത് സാധാരണ മിക്ക വീടുകളിലും നട്ടു വളർത്തുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ ആയുർവേദ കടകളിൽ നിന്നും ഇത് വാങ്ങാൻ കിട്ടും. അലോവേര ചെടിയെ നട്ടു വളർത്താം. ഒപ്പം 2 തണ്ട് മുറിച്ചെടുക്കുക. ഈ 2 തണ്ട് മുറിച്ച അഗ്രഭാഗം പാത്രത്തിലേക്ക് കമഴ്ത്തി വെച്ച് 4-5 മണിക്കൂർ വയ്ക്കുക. അതിൽ മഞ്ഞ നിറത്തിലുള്ള ഉപയോഗമില്ലാത്ത നീര് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ദ്രാവകം നമുക്ക് ആവശ്യമില്ല. പിന്നെ വേണ്ടത് 10 തണ്ട് കറിവേപ്പില, 2 സ്പൂൺ ഉലുവ, 4 നെല്ലിക്ക. അതിപ്പോൾ കിട്ടാനില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി വാങ്ങാനും കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 സ്പൂൺ നെല്ലിക്കപ്പൊടി, പിന്നെ നീലയമ്മരിപ്പൊടി. ഇവയെല്ലാം പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അലോവേരയുടെ നീര് പോയി കഴിഞ്ഞാൽ അലോവേര തണ്ട് ചെത്തി അതിൽ പൾപ്പ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി മിക്സിയുടെ ജാറിൽ ഉലുവ, കറിവേപ്പില, അലോവേര, നെല്ലിക്കപ്പൊടി, നീലയമ്മരിപ്പൊടി നല്ലതുപോലെ അരച്ചെടുക്കുക. 250 ml വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലെടുത്ത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അതിലേക്ക് നല്ല പോലെ അടിച്ചെടുത്ത അലോവേര മിശ്രിതം നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ ഈ മിശ്രിതം കരിഞ്ഞു പോകാതെ നോക്കുക. മിശ്രിതം വെളിച്ചെണ്ണയിൽ വെന്ത് കഴിയുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറായി കിട്ടും. നമുക്കറിയാം, നിലയമരി നല്ല ഒരു കറുത്ത നിറം മുടിക്ക് കൊടുക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നെല്ലിക്കയും ഉലുവയുമെല്ലാം തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യുത്തമമാണെന്ന് ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് ചീനച്ചട്ടിയിൽ ഒരു രാത്രി വയ്ക്കുക. അങ്ങനെ ഒരു രാത്രി വയ്ക്കുന്നത് എന്താണെങ്കിൽ അതിൽ മിശ്രിതത്തിലെ മുഴുവൻ ഗുണവും ആ വെളിച്ചെണ്ണയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഇതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ആഴ്ചയിൽ 2 ദിവസം ഇത് തലയോട്ടിയിൽ പുരട്ടുക. അതുപോലെ തന്നെ തലമുടിയിലും. അരമണിക്കൂർ കഴിഞ്ഞ് തലമുടി കഴുകാവുന്നതാണ്. കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടി തലേന്ന് കിടക്കാൻ നേരം തലയിൽ തേച്ച് പിടിപ്പിച്ച് പിറ്റേന്ന് കഴുകുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമാണ്. ഇങ്ങനെ ചെയ്തു നോക്കുക. യാതൊരു ആർട്ടിഫിഷ്യൽ കെമിക്കൽസും ഇല്ലാത്ത പരിപൂർണ ആയുർവേദ ഹെയർ ഓയിലാണിത്. തലമുടിക്ക് നല്ല വളർച്ചയും കറുപ്പ് നിറത്തിനും ഇത് അത്യുത്തമമാണ്. അതുകൊണ്ട് ഈ ഹെയർ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുകയല്ലേ. നാളെ മറ്റൊരു പൊടിക്കൈകളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.